ചിരിക്കരുത്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓ താങ്ക് യു. ചോദിക്കേണ്ടി വരും മുഖത്തിന്റെ ഭംഗിയെ കുറിച്ച്. ഞാൻ ദുബായി പോയപ്പോ നമ്മളൊരു ബൂട്ടാ തൈലത്തിന്റെ ട്രീറ്റ്മെന്റ് മുടി പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് മറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഗുൽഫി എന്ന് പറഞ്ഞ സാധനം ചെയ്തു. ആ സാധനം ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഓവറായിട്ട് എക്സ്പ്രഷനും ക്യൂട്ട്നെസ് ഇടാൻ പറ്റുന്നത്. പിന്നെ ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ സിസ്റ്ററാണ്, ഇവള് ഡോക്ടറാണ്. ഞങ്ങൾ ആൽബത്തിനെ കുറിച്ച് പറയാനുണ്ട്. സിസ്റ്റർ ഇവള് സൂപ്പറായിട്ട് റാമ്പോ പോക്ക് നടക്കും. റാമ്പോ ഹൈലൈറ്റ് ശ്രദ്ധിക്കണം, മുദ്ര ശ്രദ്ധിക്കണം. ഈ മുദ്ര ശ്രദ്ധിക്കണം, ഇതിന് ശ്രദ്ധിച്ചിട്ടല്ല, ഇവിടെ ശ്രദ്ധിക്കണം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം. ഞങ്ങളുടെ ആൽബത്തിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് എല്ലാ ആൽബത്തിനും ഞാൻ ഒളിച്ചോടെയാണ്, അതുപോലെ കല്യാണം കഴിക്കാനും മാല ഇടാനൊക്കെ ഞങ്ങൾ ഹൈലൈറ്റ്. പക്ഷെ ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു രോഗിയായിട്ട് എനിക്ക് മാനസികമായിട്ട് വലിയൊരു രോഗം പറ്റിയിട്ടുണ്ട്. കഷ്ടങ്ങളുടെ പാവം. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ. കണ്ടുപിടിക്കുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ ആ അസുഖത്തിന്റെ പേര് പീഡിയക്കാരോട് മാത്രം പറയാൻ പാടില്ല. ആൽബം സസ്പെൻസ് ആണ് ഡോക്ടറിന്റെ പേര്, അല്ല രോഗത്തിന്റെ പേര്. അതെ അതെ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അതെ അതെ. ആ രോഗം ചേച്ചി ബാധിച്ച് കിടപ്പിലാകുമ്പോ ഞാൻ ഡോക്ടറായിട്ട് വരും. പക്ഷെ ടെസ്റ്റ് വരുന്നത് എന്താ വെച്ചാല് ഞാൻ ലാസ്റ്റ് പോലീസുകാര്. അതാണ് ടെസ്റ്റ്. മോശമായ പ്രാണനെ പറ്റി അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശമായ പ്രായം. അത് നിങ്ങൾ ആൽബം കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയ ഒരു കഥാപാത്രം ഇവളെന്നെ പോലെ വലുതാക്കണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വലുതായിട്ടുണ്ട്. എന്റെ സഹോദരൻ കണ്ടില്ലേ? ഇത് നേരത്തെ പിങ്ക് പോലീസ് ആണെങ്കിൽ ഇത് പിങ്ക് ഡോക്ടറായി മാറി. അപ്പൊ കേട്ടാ അല്ലേ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ. ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.